ഹലോ, ഇന്ന് ഞങ്ങളുടെ അവിടുത്തെ അയ്യപ്പൻവിളക്ക് മഹോത്സവത്തിനെക്കുറിച്ച് പറയാനായിട്ടാണ് വന്നത്. വളരെയധികം കൂട്ടായ്മയോടും മതസൗഹാർദ്ദത്തോടും കൂടി ചെയ്തു വരുന്ന പരിപാടിയാണിത്. ആരും മാറി നിൽക്കാറില്ല. വെള്ളിയാഴ്ച വൈകുന്നേരം തൊട്ട് തുടങ്ങുന്ന പരിപാടിയാണ്. വെള്ളിയാഴ്ച വൈകിട്ട് ഉപ്പുമാവോ അങ്ങനെ എന്തെങ്കിലും ലഘുഭക്ഷണം ഉണ്ടാവും. പിറ്റേ ദിവസം പുലർച്ചെ തൊട്ട് പൂജയും കാര്യങ്ങളും കഥനയും ഒക്കെ ആയിട്ട് അങ്ങനെ മൂവ് ചെയ്യുന്നതാണ്. പിന്നെ അയ്യപ്പൻ്റെ മണ്ഡപമൊക്കെ പന്തലും മണ്ഡപമൊക്കെ നേരത്തെ തന്നെ തലേദിവസം തന്നെ ഒരുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാകും. ഉച്ചക്കലത്തെ അന്നദാനം ചാന്ത് മുഹമ്മദ് ചേട്ടൻ്റെ വകയായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. ഉണ്ണി വാശി പിടിച്ച് കരച്ചിലുമൊക്കെ ആയിട്ട് എനിക്കതിന് പറ്റിയില്ല. ഇതിൻ്റെ ഇടയിലൊക്കെ പൂജകളുണ്ടാവും കേട്ടോ. അപ്പോൾ ഓരോ പ്രാവശ്യവും ഇവർക്ക് യൂണിഫോം ഉണ്ടാവും. ഇപ്രാവശ്യത്തെ നീല ഷർട്ടിൽ വൈറ്റ് പ്രിൻ്റ് സൈഡിൽ വരുന്നതായിരുന്നു. ചേച്ചിമാരുടെയും അമ്മമാരുടെയും ഒക്കെ ആയിട്ട് പിസ്ത ഗ്രീൻ ടിൻ്റോട് കൂടിയിട്ടുള്ള സാരിയായിരുന്നു. കുഞ്ഞു കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ആയിട്ട് കരിനീല കളറിൽ ഗോൾഡൻ പ്രിൻ്റ് പൂക്കൾ വരുന്ന ലൈനായിട്ട് അങ്ങനെ വരുന്നതായിരുന്നു കേട്ടോ. ഇപ്പോൾ താലം എടുത്തിട്ട് ശിങ്കാരിമേളം പാട്ടൊക്കെ ആയിട്ട് അയ്യപ്പൻ്റെ ചെറിയ അമ്പലം പോലെ അയ്യപ്പൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് രഥം പോലെ അതും ഉണ്ടാവും ഒപ്പം. അപ്പോൾ ഇത് ഏകദേശം 5 മണിയോട് കൂടിയിട്ട് കമാന്ത്രയിൽ അമ്പലത്തിലേക്ക് പോകും. അവിടെ പൂജയും കാര്യങ്ങളും വെടിക്കെട്ടൊക്കെ കഴിഞ്ഞിട്ട് നേരെ കളരി അമ്പലത്തിലേക്ക്, അവിടെ നിന്നും പൂജയും മറ്റും കഴിഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ തിരിച്ച് മണ്ഡപത്തിലേക്ക് എത്തും. ഏകദേശം 5 മണി തൊട്ടിട്ട് 10:45 വരെ നീണ്ടു നിൽക്കുന്നൊരു താലപ്പൊലിയാണ്. എല്ലാ പ്രാവശ്യവും ആനയും ഉണ്ടാവാറുണ്ട്, ഇപ്രാവശ്യം ഇല്ല. അതേപോലെ തന്നെ വ്യത്യസ്ത രൂപങ്ങളൊക്കെ ഉണ്ടാവും. ഈ പ്രാവശ്യം ട്രെൻഡിൽ നിൽക്കുന്നത് ടെഡി ബിയേഴ്സും ചിമ്പാൻസിയൊക്കെ ആയതുകൊണ്ട് ഇപ്രാവശ്യം ഇതാണ് കേട്ടോ. താലപ്പൊലിയോട് കൂടിയിട്ടുള്ള ശിങ്കാരിമേളം ഓരോ സ്ഥലത്തും റൗണ്ട് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ ആടി കൊട്ടി തിമിർക്കും. നല്ല രസമാണ് കാണാനും കേൾക്കാനായിട്ട്. താലപ്പൊലി തിരിച്ച് മണ്ഡപത്തിലെത്തി കൊട്ടും പാടി ആടി തിമിർത്ത് വെടിക്കെട്ടോടു കൂടി താലപ്പൊലിക്ക് സമാപനമാവും. താലം റൗണ്ട് ചെയ്യുന്ന ഭാഗങ്ങളിൽ ഫുള്ളായിട്ട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും. വൈകിട്ട് ഇഡലി, ചമ്മന്തിപ്പൊടി, ചായ, സാമ്പാർ, ചട്നി, ചമ്മന്തി എന്നിങ്ങനെ ലഘുഭക്ഷണമാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. മേളക്കാർക്കും പാട്ടുകാർക്കൊക്കെ ആയിട്ട് ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ശേഷം പൂജകളും അയ്യപ്പൻ പാട്ടും പള്ളിവേട്ട തുള്ളലൊക്കെ ആയിട്ട് ഞായറാഴ്ച ഏകദേശം 5 മണി വരെയൊക്കെ, പുലർച്ചെ 5 മണി വരെയൊക്കെ പരിപാടികളുണ്ടാവും. കുറേ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, വാവയുടെ കരച്ചിലൊക്കെ ആയിട്ട്. അപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പുതിയ കാറ് ചേച്ചിയുടെ കാറിൻ്റെ എൻട്രി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.